ഈ പ്രതിപക്ഷ ഉപനേതൃപദവി എന്നത് ഒരു കീറാമുട്ടിയായി സംസ്ഥാനത്തെ LDFൽ ഇടതുമുന്നണിയിൽ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പിണറായി വിജയൻ്റെ ആ ബോഡി ലാംഗ്വേജ് അടക്കം, ഈ പ്രതികരണം നടത്തിയപ്പോഴുള്ള ആ ബോഡി ലാംഗ്വേജ് അടക്കം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും CPI എന്നുള്ള ഏതൊരു കക്ഷിയും പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇത് എത്രത്തോളം ഫലം കാണുമെന്നറിയില്ല. തീർച്ചയായും സ്വപ്ന, വളരെ നിസ്സാരമായൊരു വിഷയത്തിൽ തുടങ്ങിയ തർക്കമാണ് ഇപ്പോൾ വലിയ രീതിയിൽ മുന്നണി പോലും ചേരാൻ കഴിയാത്ത രീതിയിൽ, അഥവാ ചേർന്നാൽ പോലും കാര്യക്ഷമമായ ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇടതുമുന്നണിയെ ചെന്നെത്തിയിരിക്കുന്നത്. അതായത് ഒരു 6 മാസം മുമ്പ് ഇവർ ഭരണത്തിലിരുന്നപ്പോൾ PMCയെ ചൊല്ലി വലിയ രീതിയിൽ പ്രകമ്പനമൊക്കെ ഉണ്ടായതാണ്. മന്ത്രിമാരെ പോലും പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരുപക്ഷെ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നയപരമായ ഒരു വിഷയത്തിലെടുത്ത ഒരു തർക്കമാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു നിസ്സാര കാര്യം തന്നെയാണ് പ്രതിപക്ഷ ഉപനേതൃപദവി. അതിനെ ചൊല്ലിയുള്ള അത് ഒരിക്കലും പാർട്ടിയെ മുന്നണിയുടെ ഒരു നയപരമായ വിഷയമല്ല. അല്ലെങ്കിൽ ഇത്രയേറെ രീതിയിൽ രണ്ട് പാർട്ടിയും, അത് CPM ആയാലും CPI ആയാലും ഇത്രയേറെ മത്സരിക്കേണ്ടയോ അല്ലെങ്കിൽ ഇത്രയേറെ ബലം പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു വിഷയത്തിൽ തുടങ്ങിയ ചർച്ച ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മറ്റു ഘടകകക്ഷികൾക്ക് പോലും അതൃപ്തിയും അവർ അതൃപ്തി പരസ്യമാക്കി പറയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. പിണറായി വിജയൻ ഈ ഒരു വിധത്തിൽ ഈ വിഷയം കെട്ടടങ്ങി നിന്നത് 2 ദിവസം മുമ്പ് പിണറായി വിജയൻ തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പ്രകോപനപരമായ ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തീരുമാനിക്കുന്നത് CPM തന്നെയാണ്. താനാണ് കത്ത് കൊടുക്കുന്നതെങ്കിൽ അതൊരു CPM നേതാവിന്റെ പേര് തന്നെയാകുമെന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു. അപ്പോൾ അതൊരു ഏകപക്ഷീയ തീരുമാനമാണ്. അത് തന്നെയാണ് ഈ കാലാകാലങ്ങളായി മുന്നണിക്കുള്ളിൽ CPM വെച്ചു പുലർത്തുന്ന ഒരു വലിയേട്ട മനോഭാവം. അത് ഇനിയും വെച്ചു പൊറിപ്പിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല മുന്നണി ഇപ്പോൾ തകർന്ന് തരിപ്പണമായി തെരഞ്ഞെടുപ്പ് സമയത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇനിയും ഇവർ ഈ രീതിയിലൊരു മുന്നോട്ട് പോക്ക് വേണ്ട എന്ന് തന്നെയാണ് CPI പറയുന്നത്. ഇത് വലിയ രീതിയിൽ പ്രകോപനപരമായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ CPI ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രായവും പക്വതയും കൂടി ഉണ്ടാകേണ്ടതല്ലേ? അതായത് അദ്ദേഹത്തിന്റെ പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത ഒരു പ്രതികരണം പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം ഇടതുമുന്നണിയുടെ ചെയർമാൻ പദവി കൂടി വഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാന്യതയും പക്വതയും അദ്ദേഹം കാണിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയും ദേശീയ ജനറൽ സെക്രട്ടറി D രാജ ഈ രീതിയിലൊരു കടുപ്പിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനപ്പുറം ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ CPI ഒരിക്കലും വിട്ടുവീഴ്ച 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല എന്ന് അവരും പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി മുന്നണി പ്രതിപക്ഷമാണ്, ക്രിയാത്മകമായി ഇവർ നിലകൊള്ളേണ്ടതാണ്. സർക്കാരിന് ഒരു വലിയ രീതിയിൽ പ്രതിപക്ഷ പരിപാടിയും സമര പരിപാടികളും ഒക്കെ ആവിഷ്കരിക്കേണ്ട സമയമാണ്. കാരണം നാളെ UDF സർക്കാർ അധികാരത്തിലേറി 100 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ 100 ദിവസം പിന്നിടുമ്പോൾ പോലും ക്രിയാത്മകമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കണമെങ്കിൽ ആ മുന്നണി സംവിധാനം അതേ രീതിയിൽ ഒരുമിച്ച് പോകണം, കെട്ടുറപ്പോടെ പോകണം. തീർച്ചയായും ഈ മുന്നണി സംവിധാനം അൺഫിലിറ്റ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ വലിയൊരു തിരിച്ചടി 10 വർഷത്തിന് ശേഷം ഭരണം നഷ്ടപ്പെടുന്ന വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അത് ചർച്ച ചെയ്യേണ്ടതിന് പകരം, അതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം CPM അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് CPM തൂങ്ങിപ്പിടിക്കുന്നത് മാസപ്പടി കേസ്, പ്രതിപക്ഷ ഉപനേതൃപദവി, ഇങ്ങനെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലാണ്. ഇതാണോ തിരുത്തൽ എന്ന പാർട്ടിയും മുന്നണിയും കാണേണ്ടത് തന്നെയാണ്.